നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഞാൻ ചിക്കനിൽ എല്ലാം മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രിയിൽ ചെയ്ത് വെച്ചാണ്. അപ്പോൾ അത് ചേർത്തിരിക്കുന്നതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ചിക്കൻ്റെ അളവനുസരിച്ച് ഇത് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടു. രണ്ട് കുക്കറിലിട്ടിരിക്കുന്നത്, ഒരു വലിയ കുക്കറിലിട്ടിരിക്കുന്നത് വീട്ടിൽ ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതും, ചെറിയ കുക്കറിലിട്ടിരിക്കുന്നത് പുറത്ത് പൂച്ചകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പ്രത്യേകം വെച്ച് എന്നാന്ന് വെച്ചാൽ റേഷൻ കടയിൽ മേടിച്ച് അവിടെ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, അതാണ് അവർക്കെടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പം 2 പൂച്ച ഇപ്പം പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ചോറ് വെച്ചേക്കുവാണ്. പിന്നെ ക്യാരറ്റ് തോരനും കൂടെ വെച്ചു. അപ്പോൾ അതിൽ എല്ലാം തേങ്ങയും അങ്ങനെ എല്ലാം കൂടെ ഇട്ട് പുരട്ടി അത് അടുപ്പത്തോട്ട് വെച്ചു. പിന്നെ ആ സമയം കണ്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കൂടെ കഴുകി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ക്യാരറ്റിനകത്ത് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ തേങ്ങ, പച്ചമുളക് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി അത്രയും കൂടെ ആയി. അത് ഒരുമാതിരി ആയിക്കഴിഞ്ഞപ്പം അവരുടെ ചോറ് വെന്ത് കഴിഞ്ഞപ്പം ഞാനതെടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് വലിയ കുക്കറിൽ അരിയും വെന്തു. അപ്പം അതും മാറ്റിയിട്ട് അതിലോട്ട് ചായ വെച്ച് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് നൂഡിൽസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. പിന്നെ ഇത് ഉച്ചത്തേക്കുള്ള പരിപാടികളാണ്. വിനോദനെ ചോദിക്ക് രാവിലെ ചോറ് കൊണ്ടുപോകണം. അപ്പം ഞാൻ അത് കാരണം ധൃതി പിടിച്ച് എല്ലാം ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ തൈരിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി സവാളയും പിന്നെ പച്ചമുളകും പിന്നെ തക്കാളി ഇത്രയും കൂടെ ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, അധികം അങ്ങ് വല്ലാണ്ട് മൂപ്പിച്ച് കളയണ്ട. ചെറുതായിട്ട് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടം പോലെ അതിൻ്റെ റീലുകൾ വരാറുണ്ട്. ഞാനും അങ്ങനെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചായ ആയിക്കഴിഞ്ഞപ്പോൾ അത് മാറ്റി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ഗ്രേവി ആയിട്ടല്ല വെക്കുന്നത്, അല്ലാതെ വെറുതെ ഒന്ന് പുരട്ടിയെടുക്കുന്ന പോലെ ആക്കിയെടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ അതിനകത്ത് വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല. ആ പാത്രം ഒന്ന് കഴുകിയിട്ട് ആ മസാല കളയാതിരിക്കാൻ വേണ്ടി അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ചു. പിന്നെ ഇനിയിപ്പം ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ അത് പയ്യെ അവിടെ ഇരുന്ന് വെന്തോളും. ആ വെള്ളത്തിൽ വെന്തതിന് ശേഷം പിന്നെ ഡ്രൈ ആക്കി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അത് മൂടി അവിടെ വെച്ചു. പിന്നെ തീയും കുറച്ചിട്ടു. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ തൈര് നന്നായിട്ട് ഉടച്ച് വെച്ചിരുന്ന് അതിലേക്ക് ഇതും ഇട്ട് ഇളക്കി വെച്ചു. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി വെച്ചു. അപ്പം അതും ഒഴിച്ച് ചാറുകറി പോലെ. അപ്പം ഞാൻ അതിലിത്തിരി വെള്ളം കൂടിപ്പോയിട്ടാണ്. അതിന് വലിയ കുഴപ്പമില്ല, എന്നാലും കൊള്ളായിരുന്നു. പിന്നെ വിനോദിനൊരു മുട്ടയും വറുത്ത് വെച്ചു. അത് കഴിഞ്ഞ് വിനോദിനുള്ള ചോറ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ 2 തോരൻ, പിന്നെ അച്ചാറും മുട്ട വറുത്തത്, ഇത്രയാണ് ഇന്ന് വിനോദിനെ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഈ പണികളെല്ലാം തീരുവാണെങ്കിൽ ഇന്നാണെങ്കിൽ നല്ല മഴയും ഉണ്ട്. അപ്പോൾ രാവിലെ വലിയ മഴയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഉച്ചയ്ക്ക് കുറേ കഴിഞ്ഞപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ മഴ അങ്ങോട്ട് നിൽക്കുന്നേ ഇല്ലായിരുന്നു. വിനോദിനുള്ള വിനോദം പോകുമ്പോഴൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. നല്ലതായിട്ട് തെളിഞ്ഞിരിക്കുമായിരുന്നു. ഒരു ഉച്ചയായപ്പോൾ തൊട്ടാണ് മഴ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് തൊട്ട് നന്നായിട്ട് മഴ പെയ്തു തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ടിട്ടിട്ടായിരിക്കും കേട്ടോ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. പഴയ ഹിന്ദി പാട്ടുകളാണ് കൂടുതലും കേൾക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ ചിക്കൻ വെച്ചപ്പോഴത്തേക്ക് അതിലോട്ട് തേങ്ങ കൊത്ത് വറുത്ത് ചേർക്കണമെന്ന് വെച്ചാൽ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് പിന്നെ ഞാൻ എണ്ണയിൽ മൂപ്പിച്ചെടുത്തു. പിന്നെ വൈകിട്ടത്തേക്കുള്ള പരിപ്പ് കറിക്കുള്ള പരിപ്പാണ് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്തും അതിനകത്തോട്ടേക്ക് എടുത്തിട്ടു. പിന്നെ മറ്റേത് അവിടെ ചിക്കൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തുറന്ന് വെച്ചിട്ടാണ് പിന്നെ ഇളക്കിയെടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് സവാളയും 2 സവാളയും പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ നീളത്തി അരിഞ്ഞ് ഇട്ട് അത് അധികം വേവുന്നതിന് മുന്നേ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യണം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി സവാളയിലേക്ക് ഒരു മസാല ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങ് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചേക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചു വന്നേ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അവന് ഉപ്പ് നോക്കാനായിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൻ ഉപ്പ് നോക്കി തരുമല്ലോ.
പിന്നെ ഞാൻ അടുക്കള എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പരിപ്പ് വേവിച്ചത് അവിടെ മൂടി വെച്ചു. ഞാൻ നോക്കി മല്ലിയില ഇല്ലായിരുന്നേ. അപ്പോൾ ഞാൻ വെച്ച് പിന്നെ കറി പിന്നെ വൈകിട്ടത്തേക്കാണല്ലോ, അപ്പം പിന്നെ അന്നേരത്തേക്ക് നോക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അതിനെ അവിടെ മൂടി വെച്ചു. അത് കഴിഞ്ഞ് ഇതിപ്പം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഇത് ഇനിയിപ്പം മഴ കൂടുകയല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇതിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലൊരു വൃത്തികേടായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്നെടുത്ത് മാറ്റി ഫ്രണ്ടിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റാമെന്ന് വെച്ച്. ഇനിയിപ്പം മഴ കൂടുമ്പോഴത്തേക്ക് പിന്നെ പാടല്ലേ ഇത്, പിന്നെ എടുത്ത് മാറ്റലൊന്നും നടക്കത്തില്ല. പിന്നെ അതുമല്ല അതിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എടുത്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വേസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിയുന്നത്. മറ്റേ അങ്ങനെ ഓരോന്നായിട്ടൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ 2 പോട്ടുണ്ടല്ലോ, ഒരു ഇന്നർ വരുന്ന ആ ടൈപ്പിലെ പോട്ട് കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കുറേ ചെടിയെല്ലാം പോകുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇവിടെയെല്ലാം കുറേ പുല്ലൊക്കെ കയറി കിടക്കും. ഇവിടെയെല്ലാം അല്ല, ആ ഒരു ഫുള്ള് തിട്ടയിലെല്ലാം പുല്ല് കയറി കിടക്കുകയാണ്. ഇനിയിപ്പം നാളെ വേണം അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്. ഇപ്പം അത്യാവശ്യം ഈ ഫ്രണ്ട് വശം മാത്രം ഒന്ന് ഞാൻ ശരിയാക്കി. പിന്നെ ഇതാണ് കേട്ടോ ഇന്നറായിട്ടുള്ള പോട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ കുറച്ചുണ്ട്, അതിനെയെല്ലാം ഞാനെടുത്ത് മാറ്റി വെച്ചു. അല്ലെങ്കിൽ അത് മഴ കഴിയുമ്പോഴത്തേക്ക് അത് മുഴുവൻ ചീഞ്ഞു പോകും. ഇപ്പുറത്തോട്ട് വെക്കാനാണെങ്കിൽ സ്ഥലമില്ല. പിന്നെ ഞാൻ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എന്തായാലും തുടരെ മഴ തന്നെ ആയിരിക്കും. ഇപ്പോൾ 1-ാം തീയതി കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ഇനി മഴ അങ്ങോട്ട് തുടങ്ങുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഓരോന്നും പിന്നെ ഇതൊക്കെ എങ്ങോട്ടാണ് എടുത്ത് വെക്കേണ്ടത്, കാരണം അധികം വെള്ളം വേണ്ടാത്ത കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ എനിക്ക് ഇപ്പുറത്തെ സൈഡിലോട്ടൊന്നും സ്ഥലമില്ല. പിന്നെ ഇത് എങ്ങോട്ട് വെക്കുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഓരോന്നൊക്കെ ഒരു പരുവത്തിലൊക്കെ ഓരോ സ്ഥലത്തോട്ട് എടുത്ത് വെച്ചേട്ടാ. പിന്നെ കുറച്ച് 10 മണി ചെടി അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് കുറച്ച് നട്ട് വെക്കാൻ കുറച്ച് നഴ്സറി കൊടുത്ത് വിടണമായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വളർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് പിടിച്ചോളും. അത് കാരണം ഞാൻ അതിൽ നിന്നെല്ലാം കുറേശ്ശെ കമ്പ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ച് ഇനിയും അതിനെ ചെറുതാക്കാം. പക്ഷേ ഇപ്പം ഞാൻ ചെറുതാക്കിയില്ല, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ വെച്ചിട്ട് മറ്റേ പോട്ടിലോട്ട് നട്ട് വെച്ചേട്ടാ. ഇനിയിപ്പോൾ അത് നല്ലതായിട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നിന്ന് ചെറുതാക്കി എടുത്തിട്ട് പിന്നെ നഴ്സറിയിലേക്ക് കൊടുത്തു വിടാൻ പറ്റും. പിന്നെ ഇത് വണ്ടിയുമില്ല, കാണുന്നിടത്തെല്ലാം അത് അങ്ങ് കയറി ചുറ്റി അങ്ങ് പോവുകയാണേ. അപ്പോൾ അതിന് വെയിൽ വേണമെന്ന് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇത് മേടിച്ച് അവരോട് ചോദിച്ചപ്പോൾ ഞാൻ അധികം വെയിൽ വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വെയിലില്ലാത്തതുകൊണ്ടായിരിക്കാം, ചെറിയ വെയിലേ അവിടെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം പൂ വരാതിരുന്നത്. ഇനിയിപ്പം മഴ ആയതുകൊണ്ട് ഇനി എങ്ങനെയാണെന്നറിയില്ല. അവർ പറഞ്ഞ എപ്പോഴും പൂ വരുന്ന ഒരു ചെടിയാണെന്നാണ് പറയുന്നത് മണ്ടിവില. പിന്നെ തുളസിത്തറയിലാണെങ്കിൽ തുളസി എല്ലാം ഉണങ്ങിപ്പോയായിരുന്നേ ഈ ഉണക്കിൽ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറേ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ കൊണ്ടുവന്ന് നട്ട് വെച്ചു. റോഡിൽ റേഷൻ കടയിൽ വന്ന ഒരു പുള്ളി വന്ന് ചോദിക്കുകയാണ്, റേഷൻ കട തുറന്നിട്ടില്ല, അപ്പോൾ അതിപ്പോൾ തുറക്കുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയില്ല, കാരണം എനിക്ക് സമയമില്ലായിരുന്നു. അത് കാരണം എനിക്ക് രാവിലെ തുറന്നോ ഇല്ലയെന്ന് ഞാൻ കണ്ടതുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാനത് പുള്ളിയോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന പോട്ടുകളെല്ലാം എടുത്ത് വെച്ചിരുന്ന പെയിൻറ്റ് ചെയ്യാനൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ എല്ലാം എടുത്ത് ഞാൻ പുറയിലോട്ട് കൊണ്ടുവച്ചു. ഇപ്പോൾ എല്ലാം ആ സൈഡിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്, ബാക്ക് സൈഡിൽ. അതിനിയിപ്പം അവിടെയെല്ലാം ഇപ്പം കുളമായിട്ട് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഇനിയൊരു മഴയില്ലാത്ത സമയം നോക്കി അതും കൂടെ വൃത്തിയാക്കണം. പിന്നെ അതുമല്ല അവിടെ കുറേ ആക്രി സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം കൂടെ കൊടുത്തിട്ട് വേണം അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിടാൻ. പിന്നെ ഓസെല്ലാം എടുത്ത് ഞാൻ മടക്കി അങ്ങോട്ട് പുറയിലോട്ട് എടുത്തിട്ട്, കാരണം ഇനിയിപ്പോൾ അധികം ഓസിൻ്റെ ആവശ്യമില്ലല്ലോ. തൂക്കിയിട്ടിരിക്കുന്ന ചെടിയിൽ അവിടെ നമ്മുടെ കാർ പോർച്ചിൻ്റെ അവിടെയൊക്കെ കുറേ ഹാങ്ങിങ് പോട്ടുകളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് അവിടെ നിന്ന് കുപ്പിയിലാണെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഓസ് വലിച്ചുകൊണ്ട് വരണമെന്നില്ല, കാരണം മഴയുള്ള സമയത്ത് നമ്മൾ ഓസും വലിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാനിതെല്ലാം തൂത്തെടുത്ത് ആ പൂവെല്ലാം കൂടെ അവിടെ വീഴുന്ന കാരണേ അവിടെ നിറച്ച് കാണും. എനിക്ക് പക്ഷെ പൂ മാത്രം അവിടെ കിടക്കുന്നത് കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ അവിടെ ഫ്രണ്ടിലെല്ലാം കൂടെ തൂത്തപ്പം ഇതെല്ലാം തൂത്ത് ഇത്രയും വൃത്തിയാക്കി എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.